ഇതെന്താ ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഒന്ന് കേൾക്കൂ. ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയറി കിട്ടി. താങ്കൾ ചോദിച്ചല്ലോ ആ ഡയറിക്ക് എന്താ ആ ഡയറിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ തുടങ്ങട്ടെ. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ ഒരു സംരംഭക അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നു, ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയരുന്നു. അത് അവർ നേരിടട്ടെ എന്നല്ലാതെ അത് പാർട്ടി നേരിടാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. എവിടെയാണ് പാർട്ടി നേരിട്ടത്? പാർട്ടി എവിടെയെങ്കിലും ഒരു കേസ് കൊടുത്തോ? അടിപൊളി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി തിരുവനന്തപുരം, വിജിലൻസ് കോടതി കോട്ടയം, വിജിലൻസ് കോടതി തൃശൂർ അടക്കം ആദ്യഘട്ടത്തിൽ നിരവധി കേസുണ്ടായിരുന്നു. ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസ് വന്നു. സുപ്രീം കോടതിയിലും കേസുണ്ടായിരുന്നു. മറ്റ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകൾ വന്നു. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. അതായത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കക്ഷികളും അതിൽ വന്നു. എതിർത്തും അനുകൂലമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും തവണ പാർട്ടി ഒരു കേസിൽ കക്ഷിയാകുകയോ പാർട്ടി പ്രതിരോധിക്കാൻ വേണ്ടി കേസ് കൊടുക്കുകയോ ഈ കേസ് അന്വേഷണം ദുർബലപ്പെടുത്താൻ ഇടപെടൽ നടത്തുകയോ ചെയ്തോ? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കേട്ടോ, മാമനോടും തോന്നല്ലേ. ഞാൻ നിയമ പോരാട്ടത്തെ കുറിച്ചല്ല ചോദിച്ചത്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമ പോരാട്ടത്തെ കുറിച്ചല്ല ചോദിച്ചത്. നിങ്ങൾ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണ്? അല്ല 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 അയ്യേ, എന്താ എനിക്ക് പറയാൻ അനുവാദമില്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് മാറാം. എനിക്ക് ഇത്തരത്തിൽ അലമ്പുണ്ടാക്കാൻ താല്പര്യമില്ല. വളരെ തിരക്കിൽ പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ തീയാണ്. അലമ്പുണ്ടാക്കാൻ താല്പര്യമില്ല. വളരെ തിരക്കുകൾക്കിടയിലാണ്, വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തിന്റെ ഇടയിലാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല. മിനിറ്റിന് ലക്ഷങ്ങളാ. അതായത് എന്റെ ഒറ്റ വാചകം തുടങ്ങിയപ്പോഴേക്കും താങ്കൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇടപെട്ടു. മര്യാദയ്ക്ക് ആണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരാം. ഭീകരൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തരുന്ന സമയത്ത് എന്താ പറയേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അത് താങ്കളല്ല. യു ആർ ഓൺലി ആൻ ആങ്കർ. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് നിയമപരമായിട്ടോ മറ്റൊരു തരത്തിലോ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ ശ്രീ എം വി ഗോവിന്ദൻ മാഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ MLA മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് കൃത്യമായി അന്വേഷണത്തിന്റെ വിഷയത്തിലാണ് എന്നതുകൊണ്ട് മറുപടി പറയുന്നില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. സംശയമൊന്നുമില്ലല്ലേ? ഓരോ മാസവും ഈ വാർത്ത ചർച്ച ചെയ്യണം. ഇപ്പോൾ വന്ന ഇന്നലത്തെ പ്രസ് റിലീസിന്റെ അവസാനം എന്താ? ഡ്യൂറിംഗ് ദ സെർച്ച് ഓപ്പറേഷൻസ് സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വെർ സീസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ്. എവിടെ, ആരുടെ സെർച്ച്, എവിടെ നടത്തിയ സെർച്ച്, ആരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു, എന്ത് ഡിജിറ്റൽ, ആരുടെ കണ്ടെത്തി, ഉണ്ടോ? വിവരമുണ്ടോ? ഭയങ്കരമായ ആള്. അങ്ങ് ഒരു ഉണ്ടയില്ല വെടി വെച്ചേക്കുക. ആക്രമിച്ചിട്ട് ഒറ്റ വരിയോടെ ഇത് പ്രശ്നമാവും. അങ്ങനെയാണ് പറയേണ്ടത്. അഡ്വക്കേറ്റ് അരുൺകുമാർ അങ്ങനെ പറഞ്ഞു പോകല്ലേ, ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവല്ലോ. അങ്ങനെ ക്ഷമയോടെ കേട്ടോ. കഴിയണ്ടെന്നേ അങ്ങ് തന്നെ പറയൂ അഡ്വക്കേറ്റ് അരുൺകുമാർ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ്. ഒരു വാചകല്ലേ വായിച്ചോളൂ. താങ്കൾക്ക് എന്തിനത്ര ബുദ്ധിമുട്ട്? ഒരു വാചകം വായിച്ചപ്പോഴും പരസ്യങ്ങളുടെ ദൈർഘ്യം അതൊക്കെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇടപെടെ എല്ലാവരുടെ ഒറ്റ മിനിറ്റ്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? രണ്ടാമത്തെ വാചകം ഒന്ന് വായിച്ചിട്ട് എന്തിനത്ര ബുദ്ധിമുട്ട്? പറയൂ. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. താങ്കൾ തന്നെ ഇതിങ്ങനെ ഈ അലമ്പുണ്ടാക്കലെന്നാ പറഞ്ഞത്. രണ്ടാമത്തെ വാചകം, എവിഡൻസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽ ഓൾസോ ഫൗണ്ട്. എവിഡൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി. ആര് ട്രാൻസ്ഫർ ചെയ്തു? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു? ഹവാല മണി, ഏത് മണി, എവിടത്തെ മണി? നമ്മുടെ മുന്നിൽ 8 ഇടത്ത് നടന്ന റെയ്ഡുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, അങ്ങ് ഈ പറഞ്ഞ പോലെ ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ചോദ്യം കഴിഞ്ഞില്ല. നീ പറയുന്നതിനിടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. അങ്ങ് പറഞ്ഞതുപോലെ
എന്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. 8 ഇടത്ത് റെയ്ഡ് നടന്നു. അങ്ങ് പറഞ്ഞതുപോലെ കേസ് നേരിടാൻ വേണ്ടി നിങ്ങൾ ഒരു കോടതിയിലും പാർട്ടി പോയിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതിരോധം തീർത്തത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ED വന്നപ്പോൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എക്സലോജിക് ആയാലും ഇപ്പൊ ലെയ്ക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കമ്പനി കാര്യ നിയമമോ ഈ രാജ്യത്തുള്ള ഏത് നിയമപ്രകാരവും അന്വേഷണം നടന്നോട്ടെ. ഇവിടെ CMRLന്റെ MD തന്നെ പറയുന്നു സേവനമൊന്നും കിട്ടിയിട്ടില്ല. പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ് പണം കൊടുത്തത് എന്നതിൽ നിന്ന് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന എവിടെയാണ്? വീണയുടെ ജീവിത പങ്കാളി മുഹമ്മദ് റിയാസിലേക്കും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും അവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് ഈ പറയുന്ന ഈ ലേക്കൽ ഫിൻകോർപ്പ് അങ്ങേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ധാരണയുണ്ടോ? ലേക്കർ ഇന്ത്യ കോർപ്പ് എന്തെങ്കിലും ധാരണയുണ്ടോ? എനിക്കറിയില്ല. അത് പ്രവർത്തിക്കുന്ന 2 നില കെട്ടിടത്തിൽ ഒരു മുറിയിൽ കടലാസിൽ പുറത്ത് പതിപ്പിച്ചിട്ട് ഒരു രേഖയിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കുക. നാമനിർദ്ദേശ പത്രികയിൽ 10 ലക്ഷത്തിന്റെ നിക്ഷേപം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അല്ല, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ മുഹമ്മദ് റിയാസിലേക്ക് എത്തി നിൽക്കുന്നു, ഷെൽ കമ്പനിയാണെന്ന് ED പറയുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ കൂട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസിലേക്കാണ് അടുത്ത നീക്കം എന്ന EDയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ഉണ്ടല്ലോ, EDയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ. ഞാൻ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? ഞാൻ സമ്മതിച്ചു, EDയുമായിട്ട് ബന്ധപ്പെട്ട വിവരം എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് കിട്ടുന്നുണ്ട്, താങ്കളുടെ നിങ്ങൾ വിശ്വസിച്ചോളുക. കാരണം അതെ സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. അല്ലല്ല, അത് എന്റെ സമയം താങ്കളല്ല നിശ്ചയിക്കേണ്ടത്. അത് നിശ്ചയിക്കാൻ താങ്കളായിട്ടില്ല. ഒറ്റ കാര്യം, ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ED വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപാട് വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ED അന്വേഷിച്ചോട്ടെ, ഓരോ മാസവും നിങ്ങൾക്ക് ലീക്കേജ് തന്നോട്ടെ. യാഥാർത്ഥ്യമല്ലേ FSIO? യാഥാർത്ഥ്യമല്ലേ? അല്ല, പിണറായി വിജയന്റെ രാഷ്ട്രീയ വേട്ടയാണോ ഇത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ ഘട്ടത്തിലും ED നിങ്ങൾക്ക് സെലക്ടീവ് ലീക്കേജിലൂടെ ബ്രേക്കിംഗ് ന്യൂസ് തന്നു. നിങ്ങൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റി. ഇതുപോലെ അന്തിച്ചർച്ചയുടെ ഭാഗമായി ചോദിച്ചത് എവിടെ എത്തി? അല്ല, എന്തിന്? എന്നാലും എന്റെ തിരുമേനി, ഇത് കോണം പോണ പരിപാടിയായി പോയി. എന്തിനു പിണറായി വിജയനെ വേട്ടയാടണം? അതിനാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഉത്തരം. അല്ല, അങ്ങ് പറയൂ, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? പിണറായി വിജയനെ BJP ഇനി എന്തിന് വേട്ടയാടണം? അരുൺകുമാർ, താങ്കൾ ക്ഷമിക്കൂ. പറയൂ. കൊടുങ്കാട്ടിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ഇന്ത്യയിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓരോ തെറ്റായ നയങ്ങളെയും ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് EDക്കെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ല കേരളത്തിലെ നിലപാട്. നീ ഒന്നും പണയണ്ട. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ, DYFയുടെ വെസ്റ്റ് മേഖലാ ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ, PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ഹാരിഷ് കളത്തിങ്കൽ, ഫൈജാസ്, ഈ പേരുകളൊക്കെ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയാന്നേ. അങ്ങീ പറയുന്ന ആഗോളവൽക്കരണമൊക്കെ അവിടെ മാറ്റിവെക്കൂ കുറച്ചു കാലം. ആ ഡയറി എവിടെന്ന് തെളിവല്ലാന്ന്? അല്ല, ഒന്ന് കേൾക്കൂ മിസ്റ്റർ. എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ, ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർത്തടാ. ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയറി കിട്ടി. താങ്കൾ ചോദിച്ചല്ലോ, എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്താണ് പറഞ്ഞത് അരുൺകുമാർ? താങ്കൾ ഇങ്ങനെ ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. കൗതുക ലേശം കൂടുതലാണ്. അല്ല, ഞാനൊരു കുറയ്ക്കുക എന്ന് പറയുന്ന CPMന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്തു വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. ഒരു കൈവതം കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയും. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ?
അല്ലല്ല ഒറ്റ മിനിറ്റ് എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി, അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുരക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് പിരിയാം. എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. അയ്യോ അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. അങ്ങേക്ക് ഉത്തരമില്ല. ആഗോളവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന് അങ്ങ് മറുപടി പറയാതെ അങ്ങ് പോവുകയാണ്. അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാനാവില്ല. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.